ഇന്ന് നമുക്കൊരു സാന്റ ഹാറ്റ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നോക്കാം. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. റെഡും വൈറ്റും ക്ലോത്തുകൾ എടുത്തിട്ടുണ്ട്. അത് ഫെൽറ്റ് ക്ലോത്താണ് ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ക്ലോത്ത് കയ്യിലില്ലെങ്കിൽ നമുക്ക് സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ടാണെങ്കിലും തയ്ച്ചെടുക്കാം, കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ ഇത് കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ സൈസിലുള്ളതാണ്, അതായത് ലേഡീസിനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു വലിപ്പത്തിലുള്ളതാണ്. കിഡ്സിനാണെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കണം. ജെൻസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീതി നീളം കൂട്ടുകയും വേണം. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്നതിൻ്റെ അളവ് ഞാൻ പറയാം. താഴെ ഇതുപോലെ ഒരു 12 ഇഞ്ച് വരാവുന്ന പോലെ എടുക്കുക. മുകളിലേക്ക് ഒരു 15 ഇഞ്ചുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് താഴേക്ക് ഒരു 12 ഇഞ്ചുള്ള ഇതുപോലെ വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. 15 ഇഞ്ച് രണ്ട് 2 വശത്തേക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുത്താൽ മതി. കിഡ്സിനാണെങ്കിൽ ഈ 12 ഇഞ്ചിന് പകരം ഒരു 10 ഇഞ്ചൊക്കെ 9 ഇഞ്ച് 10 ഇഞ്ചൊക്കെ ധാരാളം മതിയായിരിക്കും. അതുപോലെ ജെൻസിനൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ 12-ന് പകരം ഒരു 13-14 ഇഞ്ചെങ്കിലും താഴേക്ക് കൊടുക്കണം. മുകളിലേക്കും അതുപോലെ 15 ഇഞ്ച് നോർമൽ സൈസ് കൊടുത്തിരിക്കുന്നു. ഇതിലും ചെറുതായിട്ട് തയ്ക്കാനാണെങ്കിൽ കിഡ്സിന് തയ്ക്കാനാണെങ്കിൽ ഒരു 12 ഇഞ്ചൊക്കെ മതിയായിരിക്കും. കുറച്ചും കൂടെ വലുതാക്കാൻ 15-ന് പകരം ഒരു 16-17 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിളാണിത്. ഇനി ഇത് വെച്ച് നമുക്ക് ക്ലോത്തിലേക്ക് വെട്ടിയെടുക്കാം. ഇങ്ങനെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഒരു വശത്ത് മാത്രം സ്റ്റിച്ച് വരാവുന്ന പോലെ തയ്ക്കാം. അപ്പോൾ ഇവിടെ ഫോൾഡ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ വയ്ക്കാം. ഈ പാറ്റേൺ നമുക്ക് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ തയ്യലേ വരുള്ളൂ, ഇവിടെ ഈ വശത്ത് തയ്യൽ വരില്ല. അങ്ങനെ ക്ലോത്ത് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് 2 വശത്തും തയ്യൽ വരും. അപ്പോൾ അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റിച്ച് മാത്രം വരാവുന്ന പോലെയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സൈഡ്, ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഈ ഫോൾഡ് വശത്തേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് വരച്ചെടുക്കാം. ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് ഒരു വശത്ത് മാത്രമേ സ്റ്റിച്ച് വരുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫോൾഡിൻ്റെ അവിടെ ഒരു സൈഡാക്കി വെച്ച് വരച്ചെടുത്തത്. ഇനി നമുക്കിതിൻ്റെ ഈ വശത്തൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ടാണ് ഈ 12 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ശരിക്കും 11.5 മതി തയ്ച്ച് കഴിയുമ്പം. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് കയറ്റി തയ്ച്ചെടുക്കാം. ഇങ്ങനെ ഈ വശത്ത് കട്ടിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ വശവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് തിരിച്ചെടുക്കാം. നല്ല വശം പുറത്തേക്കാക്കാം. ഇതുപോലെ സ്ക്രൂ ഡ്രൈവറോ സിസേഴ്സോ എന്തെങ്കിലും വെച്ച് ഈ കോർണർ നമുക്കിങ്ങനെ ഇതുപോലെ കുത്തി ഷാർപ്പാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഒരു വശത്ത് മാത്രമേ ഇപ്പോൾ സ്റ്റിച്ച് വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് വയ്ക്കാനുള്ള പടി വെട്ടിയെടുക്കാം. അതിനിവിടെ വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ഇവിടെ 2 മടക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫോൾഡാണ്. എന്നിട്ട് ഇത് നമ്മൾ 12 ഇഞ്ചല്ലേ കൊടുത്തത്, അതുപോലെ തന്നെ ഇവിടെയും ഒരു 12 ഇഞ്ച് എടുക്കുക. മുകളിലേക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഒരു 5 ഇഞ്ചും കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. 5 ഇഞ്ച് എടുത്തത് ഒരു 2.5 ഇഞ്ചോളം വീതിയിൽ പടി വരാനായിട്ടാണ്. ഇതപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് 5 ഇഞ്ച് നമ്മൾ വീതി എടുത്തത്. ഇനി ഇത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല വശകത്തേക്ക് ആക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ തയ്യൽത്തുമ്പോൾ നമുക്കിങ്ങനെ 2 വശത്തേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കാം. എന്നിട്ടിത് 2ആയിട്ട് ഇതുപോലെ മടക്കുക. നല്ല വശം പുറത്തേക്കായിട്ടാണ് മടക്കുന്നത്. അപ്പോൾ അതൊരു 2.5 ഇഞ്ച് വീതി വരും. നമുക്കിതിലേക്കിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇതിങ്ങനെ നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അതിനായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ മതി. ഇങ്ങനെ റെഡ് ഉള്ളിലേക്ക് വെച്ചിട്ട്
ഇതുപോലെ പുറമെ ഇങ്ങനെ വെച്ചാണ് തയ്ച്ചെടുത്താൽ. വൈറ്റിൽ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗവും റെഡിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് വേണം തയ്ച്ചു തുടങ്ങാൻ. ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കാം. ഇത് തയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് വലിച്ചു പിടിക്കരുത്. ഈ ഫെൽറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് വലിയുന്നതാണ്. അപ്പം നമ്മൾ വലിച്ചു പിടിച്ചാൽ അതിൻ്റെ ചെരിഞ്ഞു പോവും. ഫ്രീ ആയിട്ട് വിട്ട് തയ്ച്ചെടുത്താൽ മതി. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിലിപ്പോൾ ഇത് കണ്ടു, ഇത് 2 ലെയറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ശരിക്കും 2 മടക്കായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എഡ്ജ് നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഈ എഡ്ജിൽ വെക്കാനുള്ള ഒരു പോംപോം കൂടി ചെയ്തെടുക്കണം. അതൊന്നെങ്കിൽ നമുക്ക് വൂളൻ ത്രെഡ് വെച്ച് പോംപോം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ വൈറ്റ് ക്ലോത്ത് ഒരു സർക്കിളായിട്ട് മുറിച്ചെടുത്തിട്ട് അത് വെച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ക്ലോത്ത് വെച്ച് തന്നെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിതൊരു 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഈ വലിപ്പത്തിലൊക്കെ വരുന്ന ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കാം. ഇതിൻ്റെ വലിപ്പം, ഈ സർക്കിളിൻ്റെ വലിപ്പം ഒരു 2.5 ഇഞ്ചാണ് വരുന്നത്. ഇത് നമുക്ക് ചുറ്റിനും തയ്ച്ചെടുക്കാം. നല്ല വശം 2 ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിനൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ചെറിയ ഗ്യാപ്പ് ഇടണം മറിച്ചിടാനായിട്ട്. ഇതിൻ്റെ ചുറ്റിനും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടണം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫൈബർ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇതിനകത്ത് ഫില്ല് ചെയ്തൊരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഹാറ്റിലേക്ക് പിടിപ്പിക്കാം. പിടിപ്പിക്കാനായിട്ട് കൈവച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഗ്യാപ്പ് വിട്ടെടുത്ത് ആ ക്ലോത്ത് ഇതുപോലെ അകത്തേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് കിടത്തുക. കൈവച്ച് തയ്ച്ചെടുത്താൽ മതി. ഞാൻ നീഡിൽ വൈറ്റ് ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആദ്യം നമ്മുടെ കെട്ടിങ്ങനെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സാന്റ ഹാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള വലിപ്പം അനുസരിച്ച് തയ്ച്ചെടുക്കാം. കിഡ്സിനാണെങ്കിൽ ഇതിനെയും കുറച്ചുകൂടെ ചെറുതാക്കി തയ്ക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്